പടച്ചവനെ സുബ്ഹാനല്ലാഹ് ഹാദാ ബുഹ്താനുൻ അദീം, ഇത് പച്ചക്കള്ളമാണല്ലോ അല്ലാ. ഹാദാ ബുഹ്താനുൻ അദീം, ഇത് പച്ചക്കള്ളമാണല്ലോ അല്ലാ എന്ന് പറഞ്ഞ് ആ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പോരണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആലോചിക്കുക, വിശ്വാസികളുടെ കാര്യത്തിൽ അശ്ലീലം പ്രചരിപ്പിക്കാൻ ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ആ ടീം രണ്ട് ലോകത്തും കുടുങ്ങും. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ, വിശ്വാസികളുടെ കാര്യത്തിൽ വഷളത്തരം പ്രചരിച്ചു കാണണം എന്ന് താല്പര്യമുള്ള കക്ഷി അവരാരാണെന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് ലഹും അദാബുൻ അലീമും ഫിദ്ദുനിയാ വൽ ആഖിറ. ഇന്നലെ വലീദിനെ കൊണ്ട് പറഞ്ഞതുപോലെ അല്ലാഹ് ദുനിയാവിലും വിടൂല, ആഖിറത്തിലും വിടൂല. ദുനിയാവിലൊരു പക്ഷേ ഏറു വന്നേക്കാം, കൈകാര്യം ചെയ്തേക്കാം. വഫിൽ ആഖിറ, നാളെ പരലോകത്ത് അതിശക്തമായ ശിക്ഷയുണ്ടാകും, സംശയിക്കണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ആർക്കൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളിലിരിപ്പുള്ളത് എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. നിങ്ങൾക്കതൊന്നും അറിയില്ല, ഉള്ളതുള്ളതുപോലെ പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുന്നവനാണ്. അവൻ ആ കണക്കിൽ തന്നെ അവൻ ഹിസാബും എടുക്കും, വിചാരണയും നടത്തും, സംശയിക്കേണ്ടതില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒതുക്കം കാണിക്കേണ്ടവരാണ്. നമ്മൾ പൂർണ്ണമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒതുക്കം കാണിക്കണം, കൂട്ടുകാരുടെ മുമ്പിൽ ഒതുക്കം കാണിക്കണം. ആർക്കും നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാവാൻ പാടില്ല, ആർക്കും നമ്മളെ കൊണ്ടൊരു വിഷമവും ഉണ്ടായി തീരാൻ പാടില്ല. ഇനി അടുത്ത വാക്ക്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസിബാൻ. ഓ ജിന്ന് ഇൻസ് വർഗമേ, നിങ്ങൾ ഏതനുഗ്രഹങ്ങളെ കൊണ്ടാ കളവാക്കാൻ തയ്യാറാവുന്നത്? ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇടയ്ക്കിടെ മനുഷ്യന്റെ കൽബിനെ തട്ടിയുണർത്തുന്ന ഈ ഒരു വാക്ക് ഉണ്ടോ? നമ്മൾ പാട്ടിലൊക്കെ ഉണ്ട്, സാധാരണ ഗാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സൂറത്തുർ റഹ്മാനിൽ അങ്ങനെ ഒരു ഗാനാത്മകതയും നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ഗാനമാണോ? അല്ലതാനും. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീ ലഹു. ഇല്ല, ഖുർആൻ ഒരിക്കലും കവിതയല്ല. പക്ഷേ കവിതയുടെ സ്വഭാവവും വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അങ്ങനെ ഇതിനെ വീക്ഷിക്കുന്ന ഒരാൾ സാധാരണ പാട്ടൊക്കെ പാടുമ്പോൾ ഒരു രണ്ട് വരി അല്ലെങ്കിൽ ഒരു വരി ഇടയ്ക്കിടെ ആവർത്തിച്ച് പാടും. ഒരു ഖണ്ഡിക അങ്ങ് കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിച്ച് പാടും, ഒരു ഖണ്ഡിക കഴിഞ്ഞാൽ വീണ്ടും അതേ വാക്ക് ആവർത്തിക്കും. അതേ രൂപത്തിൽ ഇടയ്ക്കിടെ അള്ളാഹു പറയുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസിബാൻ. 31 തവണ ഈ ഖുർആൻ ഈ അധ്യായത്തിലൂടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിച്ചു. എന്നാൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസിബാൻ എന്ന് പറഞ്ഞത് ആരോടാ? റബ്ബികുമാ, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവ്. ആരോടായി പറഞ്ഞത്? ജിന്ന് ഇൻസ് വർഗത്തോട്. ആ ജിന്ന് ഇൻസ് വർഗത്തെ ഇന്നിവിടെ പരാമർശിച്ചു. റെഡി. നേരെ മറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ പരാമർശിച്ചിട്ടില്ലല്ലോ മുമ്പ്. പിന്നെ എങ്ങനെയാണ് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസിബാൻ എന്ന് പറയുക? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അതിന്റെ മുമ്പ് വല്ലർള വളഅഹാ ലിൽഅനാം എന്ന് പറഞ്ഞതിൽ ജിന്നും ഇൻസുമെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് അതിൽ സൂചനയുണ്ട്. മാത്രമല്ല, ഇടയ്ക്കിടെ ആവർത്തിച്ചു വരുമ്പം ഇവിടെ ജിന്നിനെയും ഇൻസിനെയും പരാമർശിക്കപ്പെട്ടു. ഇനി ഒന്നും കൂടെ മുന്നോട്ട് പോയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, സനഫ്റുഗു ലക്കും അയ്യുഹസ് സഖലാൻ. ഭൂമിക്ക് ഭാരം വെച്ച് നീങ്ങുന്ന രണ്ടു ടീമുകളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു നാളുണ്ട് നിങ്ങളെ പിടികൂടാൻ. സോനെ, അതാ നാളെ ചർച്ച ചെയ്യാനുള്ളത്. പറ്റുമെങ്കിൽ കുതറിയോടൂൻ. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് കഴിയുമെങ്കിൽ ഒന്ന് ഓട് കാണട്ടെ എന്ന് പറഞ്ഞു അള്ളാഹു. ആ വിഷയമാണ് നാളെ ചർച്ച ചെയ്യാനുള്ളത്. അതിഗൗരവമേറിയ ചർച്ചയാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ എത്തുക. അപ്പൊ അവിടെ പറയുന്നുണ്ട് അയ്യുഹസകലാൻ, ഭൂമിക്ക് ഭാരമായ രണ്ടു വിഭാഗമേ. അതാരെ പറ്റിയാ പറഞ്ഞത്? കാരണം കുറെ ആളുകൾ അനുസരിക്കും, കുറെ ആളുകൾ അനുസരിക്കൂല. മറ്റുള്ളത് അങ്ങനെയല്ലല്ലോ, എല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യാണ്. അപ്പം ഭൂമിക്ക് ഭാരമായി, അള്ളാഹുവിന് ഭാരമായി, ഭൂമിക്ക് ഭാരമായ രണ്ടു ടീം. ഈ ടീം, ആ ടീമിനെ അള്ളാഹ് വിളിക്കുന്നു അയ്യുഹസകലാൻ. അത് ജിന്നും ഇൻസുമാൻ. ഇനിയും ബോധ്യപ്പെടണമെങ്കിൽ ഒരു വാക്കും കൂടെ വരുന്നു, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ഫബിഅയ്യി
ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാ നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? അള്ളാഹു തആല ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാ നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? അല്ലയോ ഇൻസുവർഗമേ, ജിന്നുവർഗമേ, നിങ്ങളെ ഞാൻ ഒന്നുമല്ലാത്ത ഈ വസ്തുവിൽ നിന്ന് സൃഷ്ടിച്ചു. ഇന്ന് ഈ രൂപത്തിലൊക്കെ നിങ്ങളെ ആക്കി തന്നപ്പം ഇന്ന് നിങ്ങൾ എനിക്കെതിരെ കുതിര കയറുകയോ എൻ്റെ മേൽ കയറാനൊരുങ്ങുകയോ നടക്കില്ല കേട്ടോ. ഒരു നാളിൽ ഞാൻ നിങ്ങളെ വിടില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ ചോദ്യം ചോദിച്ചു വെക്കുകയാണ്. ഇനി അടുത്ത വാക്കിലേക്ക് നീങ്ങുന്നു. അള്ളാഹു പറയുന്നു, ആരാണ് തമ്പുരാനെന്നറിയോ? നിന്നെ സൃഷ്ടിച്ചവൻ മാത്രമല്ല, റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയസ്ഥാനങ്ങളുടെയും രക്ഷിതാവാണവൻ. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. ഇവിടെയും ഇസ്ലാമിന്റെ വിരോധികൾ വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യം കണ്ടെത്തിയ, വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണിത്. കാരണം എന്തേ? ചില ആയത്തുകളിൽ നോക്കിയാൽ കാണാം റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബീൻ, ചില ആയത്തിൽ നോക്കുമ്പോൾ കാണാം റബ്ബുൽ മശ്രിഖൈനി വൽ മഗ്രിബൈനി, ചില ആയത്തിൽ നോക്കുമ്പോഴോ ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബീൻ. ഇങ്ങനെ എന്താ ഈ പറയുന്നത്? ഒരു മശ്രിഖിന്റെ റബ്ബ്, രണ്ടു മശ്രിഖിന്റെ റബ്ബ്, പല മശ്രിഖുകളുടെ റബ്ബ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ അതൊരു പിടുത്തല്ലേ? എത്ര മശ്രിഖാണ്? സുബ്ഹാനല്ലാഹ്. ഖുർആനിനെ വിമർശിച്ചവർ അവരോർക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ഒരു സാഹിത്യകാരന്റെ സമ്പുഷ്ടമായ ഭാഷയിൽ വായിക്കണം. അതില്ലാതെ പോയതാണ് അവർക്കൊക്കെ പറ്റിയ അബദ്ധം. ഏതാവട്ടെ, നമുക്ക് ഇവിടെ പറയാം, രണ്ട് ഉദയസ്ഥാനങ്ങളും രണ്ട് അസ്തമയസ്ഥാനങ്ങളുടെയും രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ മശ്രിഖ് മഗ്രിബ് രണ്ടെണ്ണം എന്താണെന്ന് പിന്നെ പറയാം. മശ്രിഖ് മഗ്രിബിന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ രക്ഷിതാവെന്നാണ്. മശ്രിഖും മഗ്രിബും അടക്കി ഭരിക്കുന്ന രാജാവാണെന്ന് പറഞ്ഞാൽ കിഴക്കിലും പടിഞ്ഞാറിലും മാത്രമുള്ള ആള് എന്നല്ല, അതിന്റെ ഇടയിലുള്ളതുവാ. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ തന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ ഇൻ കുൻതും തഅഖിലൂൻ. സൂറത്തു ശുഅറാ 28. സൂറത്തു ശുഅറാഇന്റെ 28-ാം വചനം. മശ്രിഖിന്റെയും മഗ്രിബിന്റെയും കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും രക്ഷിതാവാണ് അല്ലാഹു. വമാ ബൈനഹുമാ, അതിന്റെ ഇടയിലുള്ളതും അതിന്റെ ഇടയിലുള്ളതിന്റെയും രക്ഷിതാവാണ്. ഇൻ കുൻതും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെടും. എന്ത്? പ്രപഞ്ചത്തിന്റെ മൊത്തം രക്ഷിതാവ് അല്ലാഹുവാണെന്ന്. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ ഇൻ കുൻതും തഅഖിലൂൻ. ആ ഒരു ആശയമാണ് അല്ലാഹു ഇവിടെയും പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താ? രണ്ട് മശ്രിഖ് രണ്ട് മഗ്രിബ് എന്ന് പറഞ്ഞില്ലേ? ഈ പറഞ്ഞത് എന്താണ്? അത് നമുക്ക് ആകെ ഇത് വന്നത് മൂന്ന് ശൈലിയിലാണ്. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് വന്നത് സൂറത്തു ശുഅറായിൽ, വേറെയും സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഒരു സ്ഥലത്ത് മാത്രമല്ല. എന്നാൽ ഇവിടെ വന്നു റബ്ബുൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ. അതേ രൂപത്തിൽ അല്ലാഹു തആല സൂറത്തുൽ മആരിജ് അതിന്റെ 40-ാം വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബ്. അതാണ് ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയസ്ഥാനങ്ങളുടെയും രക്ഷിതാവ് സാക്ഷി. ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബ്. അങ്ങനെ അല്ലാഹു സംസാരിച്ചു. ഇത് വൈരുദ്ധ്യമല്ലേ എന്നതാണ് ചോദ്യം. അല്ല, ഒരിക്കലും വൈരുദ്ധ്യമല്ല. ഖുർആനിന്റെ ഭാഷ മനസ്സിലാക്കണം. മൂന്ന് വീക്ഷണത്തിലാണ് അല്ലാഹു ഈ പറഞ്ഞത്. അതുതന്നെയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഏതാ എൻ്റെ ശേഷം ഒരുപാട് ഫിത്നകൾ വരും, എൻ്റെ ശേഷം ധാരാളം ഫിത്നകൾ, ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അലിയാർ ചോദിച്ചു, ഫമൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, ഫമൽ മുഖ്രിജു മിൻഹാ യാ റസൂലല്ലാഹ്. രണ്ടു നിലക്കും അവിടെ വായിച്ചിട്ടുണ്ട്. നബിയെ, അന്നതിൽ നിന്ന് രക്ഷാമാർഗം എന്താണ് നബിയെ? അന്ന് ഞങ്ങളെ ആ ദുരന്തങ്ങളിൽ നിന്നൊക്കെ ആരാണ് രക്ഷിക്കുക നബിയെ? ഫമൽ മുഖ്രിജു മിൻഹു യാ റസൂലല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുമ്പിലുണ്ടാകുമ്പം ഏതാശയക്കുഴപ്പം വന്നാലും അതിന് തീരുമാനം അതിലുണ്ടാകും. പേടിക്കണ്ട. മുഹക്കമാത്തും ഫമാ യുബ്ഖീന മിൻ ശുബഹി. ഇന്നലെ പാടി
അതേ, അതിലൊരാശയക്കുഴപ്പവും നിങ്ങൾക്ക് വരില്ല. ഫീഹി നബഉ മാ ഖബലക്കും, മുൻഗാമികളുടെ വിവരം അതിലുണ്ട്, കഴിഞ്ഞുപോയ കാലത്തെ വിവരം ആ ഗ്രന്ഥത്തിലുണ്ട്. ഫീഹി നബഉ മാ ഖബലക്കും, ഭൂതവർത്തമാനം അതിലുണ്ട്. വ ഖബറു മാ ബഅദക്കും, ശേഷം വരുന്ന ഭാവി വിശേഷവും അതിലുണ്ട്. വ ഖബറു മാ ബഅദക്കും വ ഹുക്മു മാ ബൈനക്കും, ഇന്ന് നിങ്ങൾക്കിടയിലുള്ള വിഷയങ്ങളുടെ പരിഹാരവും അതിലുണ്ട്. വ ഹുക്മു മാ ബൈനക്കും എന്ന് പറഞ്ഞാൽ ഭാവിയും ഭൂതവും വർത്തമാനവും. ഫീഹി നബഉ മാ ഖബലക്കും, ഭൂതകാലം, കഴിഞ്ഞുപോയ കാലം. വ ഖബറു മാ ബഅദക്കും, ഭാവി കാലം. വ ഹുക്മു മാ ബൈനക്കും, വർത്തമാനകാലം. ഇതെല്ലാം നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഒരു വിശാലമായ നീണ്ട ഹദീസാണ്. ആ ഹദീസിൽ മുഹമ്മദുർ റസൂലുള്ളാഹി പറയാൻ, വലാ തൻഖളി അജായിബുഹു, ആ ഖുർആനിന്റെ വിസ്മയങ്ങൾ അവസാനിക്കുകയില്ല, അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും, ഖിയാമം വരെ അത് നിലനിൽക്കും. വലാ തൻഖളി അജായിബുഹു, ഖുർആനിന്റെ വിസ്മയങ്ങൾ അവസാനിക്കുകയില്ല എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, ദിഷണാപരമായി വളർന്നിട്ടില്ലാത്ത, ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ലാത്ത ഒരു സമുദായത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാവുന്നതെല്ലാം കൂടെ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല അവർക്ക്. കാരണം ശാസ്ത്രം വളരാത്ത കാലഘട്ടത്തിൽ അതെല്ലാം കൂടെ തഫ്സീർ ചെയ്തു കൊടുത്താൽ അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധ ഖുർആനിൽ നിന്ന് അഹ്കാമുകൾ, മതപരമായ നിയമങ്ങൾ അടങ്ങുന്ന എല്ലാ കാര്യവും വ്യക്തമായി പറഞ്ഞു പോയിട്ടുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ഇനി പുതിയ ഗവേഷണങ്ങളും നിയമനിർമ്മാണങ്ങളും ആവശ്യമില്ല. അതൊരാളും നടത്തരുത്, അത് അപകടമാണ്. അതേസമയം പ്രാപഞ്ചിക രഹസ്യങ്ങൾ അതെല്ലാം അള്ളാഹു പറഞ്ഞിട്ട്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല. ഗോളശാസ്ത്രം നേരിട്ട് പോയി അനുഭവിച്ച മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് എന്തുകൊണ്ട് ആകാശവിസ്മയങ്ങൾ പറഞ്ഞുകൂടായിരുന്നോ? ഭൂമിയിലെ അത്ഭുതങ്ങൾ മുത്തുനബിക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട്. വിശ്വാസിക്ക് അങ്ങനെ പറയാൻ കഴിയൂ, വിശ്വാസിക്ക് അങ്ങനെ പറയാൻ കഴിയൂ. അല്ല, അള്ളാഹുവിന്റെ റസൂലിന് അത് അറിയൂല എന്നൊരു വിശ്വാസിക്ക് പറയാൻ കഴിയില്ല. ഞാൻ അടുത്തായിട്ടൊരു CD ഇങ്ങനെ കേട്ട സമയത്ത് ഒരു മൗലവി വളരെ വീറോടെ പറയാൻ, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇന്ന് നമുക്കിടയിൽ നടക്കുന്ന പുതു വിഷയങ്ങളൊക്കെ അറിയുന്നു. എത്ര കളിയാക്കിയാണ് അത് പറയുന്നതെന്ന് അറിയോ നിങ്ങൾ? എന്തേ സംശയം? റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്നവരത് വിശ്വസിച്ചിരിക്കും. കാരണം സഹീഹായ ഹദീസാ, തെളിയിക്കാൻ കഴിയൂല അതിന്റെ ദുർബലത. സഹീഹായ ഹദീസാ, നബി തങ്ങൾ പറഞ്ഞു, ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യത്തവരുടെയും അവസാനത്തവരുടെയും വിവരം മുഴുവനും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരറിവാളനും മുത്തുനബിയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരറിവാളനും ഇവിടെ വരാൻ പോകുന്നില്ല. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, വെറുതെയാണോ ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പാടിയത്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതുകൊണ്ട് ആലോചിക്കുക. ഹബീബിന് എല്ലാ വിവരവുമുണ്ട്. എന്താണ് അതിനൊരു തെളിവ് പറയാം ഞാൻ. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം പറയാൻ, അതിലൊരു വിഷയം പറയുന്നത് അതോടുകൂടി തന്നെ ഉൾക്കൊള്ളാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ ലക്ഷണം ഇങ്ങനെ പറയുമ്പോൾ, ലൻ തഖൂമ സ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. ഹത്താ തഊദ അർളുൽ അറബ്, അറേബ്യൻ ഭൂമി എങ്ങനെ വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന, കട്ട കീറിക്കിടക്കുന്ന അറേബ്യൻ ഭൂമി ഉണ്ടല്ലോ, ആ അറേബ്യൻ ഭൂമി ചുട്ടുപഴുത്ത് നിൽക്കുന്ന മണലാരുണ്യം അത് മടങ്ങി വരുന്നത് വരെ, ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഹത്താ തഊദ അർളുൽ അറബി മുറൂജം വ അൻഹാറാ, പൂന്തോപ്പുകളും ജലസംഭരണികളുമായി തിരിച്ചു വരുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഈ ഉണങ്ങിക്കടിച്ച് നിൽക്കുന്ന ഭൂമിയിലൊക്കെ പൂന്തോപ്പുകളും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും തൊടുന്നിടത്തൊക്കെ വെള്ളമെത്തും. മുറൂജം വ അൻഹാറാ, എല്ലാ സ്ഥലത്തും ജലസംഭരണികള്, ജല പൈപ്പുകള്, കുളങ്ങള്, കിണറുകള്, ഇതൊക്കെ മനുഷ്യൻ നിർമ്മിക്കാൻ പോകുന്നുണ്ട്, ഇവിടെയൊക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അങ്ങനെ അറേബ്യൻ ഭൂമി തിരിച്ചു വന്നിട്ടല്ലാതെ ഖിയാമത്ത് നാളുണ്ടാകൂല. ഈ ഹദീസ് ഒരു വലിയ അത്ഭുതകരമായ ഹദീസാണ്. ഇന്നത് കണ്ടുകൊണ്ടിരിക്കുക. കാരണം അറേബ്യൻ ഭൂമികളിലൊക്കെ ഇപ്പം ഇന്ന് ദുബായ് സിറ്റിയിലൊക്കെ ഇറങ്ങി നോക്കിയാൽ പഴയ അറേബ്യൻ രാജ്യമല്ല, നല്ല പൂന്തോപ്പാണ് ദുബായ് സിറ്റി. ചെന്ന് നോക്കിയാൽ കാണാം, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നല്ല പൂന്തോപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നു, പൂന്തോട്ട നിർമ്മാണം. എന്നല്ല അവിടെയൊക്കെ വെള്ളങ്ങൾ ഇങ്ങനെ എപ്പോഴും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനത് കണ്ടപ്പോൾ 2 കൊല്ലം മുമ്പ് പോയി കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയത് ഹബീബിന്റെ ഈ ഹദീസാണ്. അങ്ങനെ ഇനി അറേബ്യൻ ഭൂമിയിൽ എല്ലായിടത്തും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ലം തഖൂമ സാഅതു ഹത്താ തഊദ അർദുൽ അറബി മുറൂജൻ വഅൻഹാറാ. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ഈ അറേബ്യൻ ഭൂമിയെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞതെന്താ? മുറൂജും അൻഹാറുമായി, പൂന്തോപ്പുകളും ജലസംഭരണികളുമായി തിരിച്ചു വരുന്നത് വരെ എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സൂചന. പഠിച്ചു ഭൂമിശാസ്ത്രജ്ഞന്മാർ, അവരോട് ചോദിച്ചു ഈ വിഷയത്തെക്കുറിച്ച്. പഴയ കാലത്ത് ഈ അറേബ്യൻ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ ഒരു അന്വേഷകൻ എന്തായിരുന്നു പറഞ്ഞത് എന്നറിയോ? 3000-4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ അറേബ്യൻ മരുഭൂമി നല്ല സമൃദ്ധിയുള്ള കാലഘട്ടമായിട്ടാണ് എൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഉപയോഗിച്ചത് ഹത്താ തകൂന അർദുൽ അറബി എന്നല്ല, ഹത്താ തഊദ അർദുൽ അറബി, അറേബ്യൻ ഭൂമി തിരിച്ചു വരുന്നത് വരെ. അപ്പൊ അറേബ്യൻ ഭൂമിക്ക് ഒരു പഴയ സമൃദ്ധി ഉണ്ടായിരുന്നു എന്ന് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് പിൽക്കാലത്ത് അങ്ങനെ മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് തൽക്കാലം പൂന്തോപ്പുകളും ജലസംഭരണികളും വരുന്നു മനസ്സിലാക്കാം. അങ്ങനെ ആയാലും ഈമാനിന് കോട്ടൊന്നും തട്ടൂല. ഭൗതിക പ്രതിഭാസങ്ങൾ, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെല്ലാം തിരിയണമെന്നുണ്ടോ? സ്വർഗത്തിൽ കടക്കാനില്ല. അതുകൊണ്ടാണ് ആദ്യകാല സമൂഹത്തിന് ഇത് അറിയിക്കാതിരുന്നത്. അള്ളാഹ് തന്നെ പറഞ്ഞു, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, പ്രപഞ്ചത്തിലുള്ള നമ്മുടെ മഹാത്ഭുതങ്ങൾ സനുരീഹിം ശേഷം ജനങ്ങൾക്ക് നമ്മളങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. സനുരീഹിം അറബി ഭാഷ അറിയുന്ന പണ്ഡിതന്മാർക്കറിയാം, സാധാരണക്കാർ മനസ്സിലാക്കുക. സനുരീഹിം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണിക്കുന്നല്ല, പിൽക്കാലത്ത് കാണിക്കുന്ന. സനുരീഹിം ജനങ്ങൾക്ക് ഞാൻ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ആയാത്തിന വലിയ വലിയ അത്ഭുതങ്ങൾ ഉണ്ടോ? ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ഖുർആനിൽ പലതും കണ്ടെത്താൻ കഴിയും. പക്ഷേ ശാസ്ത്രത്തിനൊപ്പിച്ച് ഖുർആൻ ഒരിക്കലും കൊണ്ടുപോകേണ്ട കാര്യം നമുക്കില്ല. ഖുർആൻ പറഞ്ഞത് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാത്രം പറയാം. ശാസ്ത്രത്തിനൊപ്പിച്ചൊരിക്കലും ഖുർആനിനെ കൊണ്ടുപോകേണ്ടതില്ല. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് അതത് കാലഘട്ടത്തിലെ ആളുകളുടെ നിഗമനങ്ങളാണ്. അതിൽ തിരുത്തുവരാം. ആലോചിക്കണം, ഇത് ഈ രൂപത്തിലാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ പറഞ്ഞത് സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. എന്തിനാണ് ഈ വലിയ വലിയ പ്രാപഞ്ചിക രഹസ്യങ്ങൾ ഞാൻ പുറത്തെടുക്കുന്നത്? വഫീ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അത്ഭുതങ്ങളും. പഴയ കാലത്ത് തൊണ്ടയെക്കുറിച്ചറിയാത്ത അത്ഭുതങ്ങൾ ഇന്ന് ഡോക്ടർക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ പല ഡോക്ടർമാർക്കും, ENT വിഭാഗത്തിലെ ഡോക്ടർമാർക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ ത്വക്കിനെ കുറിച്ചറിയാൻ സ്കിന്ന് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹത്തിന് അത് പറയാൻ കഴിയും. പഴയ കാലത്തില്ലാത്തത് എന്തേ? കാരണം അള്ളാഹ് പറയുന്നു സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം. അതുകൊണ്ടൊക്കെ ജനങ്ങൾ എങ്ങോട്ടാ എത്തിപ്പെടേണ്ടത്? വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, ഇവരൊക്കെ ഇത് കണ്ടിട്ട് ഈ അക്ഷരവിസ്മയങ്ങൾക്ക് മുമ്പിൽ അന്തിച്ചു നിൽക്കുകയല്ല. ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, അന്നഹുൽ ഹഖ്, അവൻ സത്യമാണ്, അവൻ സത്യമാണെന്ന് അവർക്കൊക്കെ ബോധ്യപ്പെടട്ടെ. അതിനു വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത് എന്നുള്ള പറയുന്നു. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുസ്സിലത്ത് 53-ാം വചനത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു, ഇത് പഠിപ്പിച്ചു. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ വന്നേക്കാം, എന്തേ ഇത് മുമ്പ് തന്നെ അങ്ങ് കാണിച്ചു കൊടുത്തുകൂടായിരുന്നോ? ഇത് മുമ്പ് തന്നെ അങ്ങ് കാണിച്ചു കൊടുത്തുകൂടായിരുന്നോ? എന്തേ മുമ്പ് തന്നെ കാണിച്ചാലുള്ള കുഴപ്പം? കണ്ടുപിടുത്തങ്ങളൊക്കെ മുമ്പ് കൊടുക്കാൻ പറ്റൂല. ലോകം അവസാനിക്കുമ്പോഴേ കണ്ടുപിടുത്തം അവസാനിക്കാനാകുമ്പോഴേ കണ്ടുപിടുത്തം പൂർണ്ണമാകാൻ പറ്റുള്ളൂ. കാരണം കണ്ടുപിടുത്തം വരുംതോറും മനുഷ്യൻ ഭൂമിയെ കൊല്ലൂലേ? ഭൂമിയെ കൊല്ലും. അപ്പൊ ആദ്യം തന്നെ അത് കയ്യിൽ കൊടുക്കാൻ അള്ളാഹുവിന് തീരുമാനമല്ല. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. ചെറിയൊരു ഉദാഹരണം മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ JCB എന്ന് പറഞ്ഞ സാധനം ഒരു 500 കൊല്ലം മുമ്പ് കണ്ടുപിടിച്ചെങ്കിൽ ഇന്ന് ഇവിടെ ഏതെങ്കിലും കുന്നോ മലയോ ബാക്കി ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ അത് പിൽക്കാലത്തേ കാണാൻ പറ്റുള്ളൂ. ഏകദേശം ഭൂമി നശിക്കാനാകുമ്പോഴേ അള്ളാഹ് അത് മനുഷ്യന്റെ കയ്യിൽ കൊടുക്കൂ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, അത്തരം കാര്യങ്ങൾ അന്നവരോട് പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് ഭൂമി ഉരുണ്ടിട്ടാണെന്നും അത് സൂര്യനെ വലയം വെക്കുന്നുണ്ടെന്നും പറഞ്ഞാൽ മുമ്പ് അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അടുത്ത കാലത്ത് വരെ ഭൂമി ഉരുണ്ടതാണെന്ന സത്യത്തെ നിഷേധിക്കുകയായിരുന്നില്ലേ? ഭൂമി ഗോളാകൃതിയിലാണ് എന്ന് അടുത്ത കാലത്ത് വരെ നിഷേധിച്ചിരുന്ന ഒരു കാര്യമാണ്. സംഗതി യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഖുർആനിൽ എന്ത് ചെയ്തു? അതിന് പറ്റുന്ന സൂചനകൾ അവിടെ കൊടുത്തിട്ടു. എന്നാണോ അത് കണ്ടുപിടിച്ച് യാഥാർത്ഥ്യമായി വിളിച്ചു പറയുന്നത് അന്ന് പറഞ്ഞോട്ടെ. അന്ന് ഓൽക്ക് ഉൾക്കൊള്ളാൻ പറ്റും. യുകവ്വിറുൽ ലൈല അലൻ നഹാരി
വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ. സൂറത്തു സുമർ 5. സൂറത്തു സുമറിന്റെ 5-ാമത്തെ ആയത്ത് വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞു യുകവ്വിറുൽ ലൈല അലൻ നഹാർ. രാത്രിയെ പകലിന്റെ മേലിൽ ചുറ്റിക്കുന്നു. രാത്രിയെ പകലിന്റെ മേൽ ചുറ്റിക്കുന്നു. യുകവ്വിറുൽ ലൈല അലൻ നഹാർ വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ. പകലിനെ രാത്രിയുടെ മേലും. ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഭൂമി ഉരുണ്ടിട്ടാണ്. കാരണം എന്തേ? ഭൂമി സൂര്യൻ അങ്ങനെ വലയം വെക്കുന്ന സമയത്ത് കവ്വറ എന്ന് പറഞ്ഞാൽ വട്ടത്ത് ചുറ്റാന്ന് അതിന്റെ അർത്ഥം തന്നെ. വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുമ്പോഴാണ്. ഒരു മെഴുകുതിരി ഇവിടെ വെച്ചു, തൊട്ടടുത്ത് ഒരു ഗ്ലോബും നമ്മൾ വെക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മെഴുകുതിരി വരുന്ന ഭാഗത്ത് വെളിച്ചായിരിക്കും, മറുഭാഗത്ത് ഇരുട്ടായിരിക്കും. ഇതേ രൂപത്തിലാണ് ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ ഭൂമിയുടെ എതിർദിശയിലുള്ളവർക്ക് അവിടെ ഇരുട്ടാണ്. യുകവ്വിറുൽ ലൈല അലൻ നഹാർ. ആ വട്ടത്തിൽ ഇങ്ങനെ ലൈലുൻ നഹാറും വട്ടത്തിൽ ഇങ്ങനെ വരണമെങ്കിൽ ഒന്നിനു പിന്നിൽ ഒന്നായി ഇങ്ങനെ വട്ടത്തിൽ വരണമെങ്കിൽ ഭൂമി ഉരുണ്ടിട്ടിരിക്കണം. പ്രയാസമൊന്നുമില്ല മനസ്സിലാക്കാൻ, ഒരു പ്രയാസവുമില്ലാതെ തന്നെ മനസ്സിലാക്കാം. യുകവ്വിറുൽ ലൈല അലൻ നഹാരി വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ. അപ്പോൾ പിന്നെ ഖുർആൻ പറഞ്ഞതോ വഇലൽ അർളി കൈഫ സുതിഹത്. അത് മറ്റൊൽക്കും തിരിയണല്ലോ. വഇലൽ അർളി കൈഫ സുതിഹത് അഫലാ യൻദുറൂന ഇലൽ ലിബ്രി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ജനങ്ങൾ നോക്കുന്നില്ലേ? എന്ത്? ആകാശം എങ്ങനെയാണ് ഉയർത്തി വെച്ചത് എന്ന് നോക്കുന്നില്ലേ? പർവ്വതങ്ങളെ എങ്ങനെയാണ് നാട്ടി വെച്ചത് എന്ന് നോക്കുന്നില്ലേ? വഇലൽ അർളി കൈഫ സുതിഹത്. ഭൂമിയിലേക്ക് അവർ ശ്രദ്ധിക്കുന്നില്ലേ? കൈഫ സുതിഹത്, എങ്ങനെയാണ് അതിനെ പരത്തപ്പെട്ടത്? അപ്പൊ ഭൂമി പരന്നിട്ടാണെന്നില്ലേ? പണ്ട് കാലത്ത് അതൊക്കെയായിരുന്നു കുതിര കയറിയുന്നത്. ഇന്നൊന്നും അത് പറയാൻ ഒരൊറ്റ കുട്ടിക്ക് ധൈര്യമല്ല കേട്ടോ. കാരണം എന്താ? ഈ ആയത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെയാണ് പറയേണ്ടത്. കൈഫ സുതിഹത്, എങ്ങനെയാണ് ഭൂമിയെ പരത്തപ്പെട്ടത്? കാരണം വലിയ ഒരു ബോള്, വേഗം മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയുന്ന ഒരു പന്ത്. ആ പന്തിന്റെ മുകളിൽ നിങ്ങളൊരു ഉറുമ്പിനെ വെക്ക്. ആ ഉറുമ്പ് ആ പന്തിന്റെ മുകളിൽ എല്ലാ ഭാഗത്തും സഞ്ചരിക്കട്ടെ, കറങ്ങട്ടെ. ആ ഉറുമ്പിനോട് ചോദിച്ചു നോക്ക്, പന്ത് പരന്നിട്ടോ ഉരുണ്ടിട്ടോ? ഉറുമ്പ് പറയും പരന്നിട്ടാണ്. കാരണം ഉറുമ്പിന് പന്ത് മുഴുവൻ കാണാൻ കഴിയൂല. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അവരൊക്കെ എന്നതിന് മറുപടി പറഞ്ഞു പോയി എന്നറിയോ നിങ്ങൾ? കൈഫ സുതിഹത്. അപ്പൊ മനുഷ്യന്റെ കാഴ്ചയിൽ, പ്രഥമ കാഴ്ചയിൽ ഭൂമി പരന്നിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ വലിയ ഭൂമിയുടെ മുഖത്തൊരു മനുഷ്യൻ, അതൊരു പന്തിന്റെ പുറത്തിരിക്കുന്ന ഒരു ഉറുമ്പിന്റെ വലുപ്പവും കൂടെ അല്ല. അപ്പൊ ആ ഉറുമ്പിനെ സംബന്ധിച്ചുള്ള എയില പോയാലും പരന്നിങ്ങനെ കിടക്കുക. ഇത് ഉരുണ്ടിട്ടാന്ന് കാണണമെങ്കിൽ നമ്മൾ പന്ത് ഉരുണ്ടിട്ടാന്ന് നമുക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ്? പന്തിന്റെ എല്ലാ ഭാഗവും കാണുന്നത് കൊണ്ടാണ്. ഇതൊക്കെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞുപോയി മറുപടി. ഇനിയും ഇതിന്റെ പേരിൽ ഖുർആനിലെ വചനങ്ങളെ ഒരിക്കലും കൊഞ്ഞനം കുത്താൻ പാടില്ല. വഇലൽ അർളി കൈഫ സുതിഹത്. കണ്ടോ, സാധാരണക്കാരന് തിരിയുന്ന ഭാഷ അത് ഖുർആനിന്റെ ഭാഷയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ളവനും കണ്ടുപിടുത്ത യുഗത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഭൂമി ഉരുണ്ടിട്ടാണെന്ന് മനസ്സിലാകുന്ന ഒരു വചനം ഇല്ലെങ്കിലേന്ന് വിഷമമുള്ളൂ. മറ്റേത് പറയുന്നതിന് കുഴപ്പമില്ല. കാരണം നമ്മുടെയൊക്കെ കാഴ്ചയിൽ ഭൂമി പരന്നിട്ടാ ഉള്ളത്. അപ്പം നമുക്ക് താമസയോഗ്യമാക്കി തന്നു എന്നതുമാണ് അവിടുത്തെ വിഷയം. അപ്പൊ പരന്ന ഭൂമി എന്ന് പറയണം. അത് നമ്മുടെ കാഴ്ചയിൽ പരന്ന ഭൂമി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നോക്ക് നിങ്ങൾ. അങ്ങനെ ശാസ്ത്രം പുരോഗമിച്ചു വന്നപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥങ്ങളും നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി. എന്തേ കാരണം? റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഭൂമിയിലെ ഓരോ പോയിന്റും, ഒരു രാജ്യം എന്നെടുത്തോ, അല്ലെങ്കിൽ ഒരു പോയിന്റ്, നമ്മൾ നിൽക്കുന്ന സ്ഥലം, മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഭൂമുഖത്തുള്ള ഏതൊരു സ്ഥലവും ലഹു മശ്രിഖുൻ വലഹു മഗ്രിബ്, അതിന് ഒരു ഉദയ സ്ഥാനവും ഒരു അസ്തമയ സ്ഥാനവും ഉണ്ടാകും. ഉറപ്പല്ലേ? സൂര്യ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മശ്രിഖും ഉണ്ട്, ഒരു മഗ്രിബും ഉണ്ട്. അതുപോലെ വേറുള്ള ടീമിനും ഉണ്ട് അതുപോലെ മശ്രിഖും മഗ്രിബും ഉണ്ട്. അപ്പൊ ഭൂമിയിലെ ഏതൊരു പോയിന്റിൽ നിന്ന് നോക്കുന്ന ആൾക്കും മശ്രിഖും മഗ്രിബും ഉണ്ട്. അതാണ് പറഞ്ഞത് റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് ആ പൊതുവീക്ഷണത്തിലാ പറഞ്ഞത്. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കിന്റെ അസ്തമയ സ്ഥാനത്തിന്റെയും ഉദയസ്ഥാനത്തിന്റെയും രക്ഷിതാവ് എന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല. കാരണം ഏത് ഭൂമിയിൽ നിൽക്കുന്നവനും ഈ അഭിസംബോധന വരുമ്പോൾ അവന് ബോധ്യപ്പെടും അവന്റെ മശ്രിഖും മഗ്രിബും. അങ്ങനെ നമ്മളിങ്ങനെ വളർന്നു. കുറച്ച് വളർന്നപ്പോൾ നമ്മൾ കേൾക്കുകയാണ്, മോനെ നിനക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ വേറെ ഒരു ടീമിനെ അസ്തമിക്കുന്നുണ്ട്, നിനക്ക് അസ്തമിക്കുമ്പോൾ അവർക്ക് ഉദിക്കുന്നുണ്ട്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതോടുകൂടെ നമുക്കത് ബോധ്യപ്പെട്ടു. എന്നല്ല എല്ലായിടങ്ങളിലും ഇങ്ങനെ സംഭവിക്കാം. ഒരു രാജ്യത്ത്
ഉദയമുണ്ടാകുമ്പോൾ മറ്റൊരു രാജ്യത്ത് അസ്തമയം, ഭൂമി ഉരുണ്ടിട്ടാകുമ്പോൾ എന്തായാലും അതുണ്ടാകുന്ന ഉറപ്പല്ലേ? അപ്പൊ പല വിഭാഗം ജനങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഓരോരുത്തരും നിൽക്കുന്ന സ്ഥലം മശ്രിക്കും മഗ്രിബുമായിരിക്കും. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സ്ഥലമായിരിക്കും. 2 അസ്തമയ സ്ഥലങ്ങളുണ്ട്, 2 ഉദിപ്പ് സ്ഥാനങ്ങളുണ്ട് എന്ന് പറയുന്നതിന് തെറ്റില്ല. അങ്ങനെയാണ് റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ എന്ന് പറയുന്നത്. എന്നാൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ ട്രാക്കിലൂടെയാണ് സൂര്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടെത്തിയപ്പോൾ, ഓരോ ദിവസത്തേക്കും ഓരോ മശ്രിക്കും മഗ്രിബും ഉണ്ടെന്ന് വന്നപ്പോൾ ആ സാധ്യതയും കൂടെ വിശുദ്ധ ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബ്, ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയസ്ഥാനങ്ങളുടെയും രക്ഷിതാവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബ് തആല വിവരിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും 3 വീക്ഷണത്തിലാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ മതി. റബ്ബിൽ മശാരിഖി വറബ്ബിൽ ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബ്. അല്ലാഹ് പറയുന്നു, ഈ ഉദയവും അസ്തമയവും ഇല്ലായിരുന്നെങ്കിൽ രാവും പകലും ഉണ്ടാകൂലായിരുന്നു. രാവും പകലും ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കഥ? നിങ്ങൾ നേരം വെളുത്തു വൈകുന്നേരം വരെ എല്ല് മുറിയെ അധ്വാനിച്ച്, ചോര നീരാക്കി അധ്വാനിച്ച്, രാത്രി ഒന്ന് വന്നങ്ങ് കിടന്നുറങ്ങിയാൽ പിറ്റേന്ന് ആവേശത്തോടെ ജോലിക്ക് പോകാം. ഒരു രാവ് ഉറക്കൊഴിച്ചാൽ പിറ്റേന്ന് ജോലിക്ക് പോകാൻ കഴിയില്ല. എപ്പോഴും വെളിച്ചമായിരുന്നെങ്കിൽ നിങ്ങൾക്കുറങ്ങാൻ രാത്രി ആരാ കൊണ്ടുവരിക? എപ്പോഴും വെളിച്ചമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ രാത്രി ആര് കൊണ്ടുവന്നു തരും? എപ്പോഴും ഇരുട്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ വെളിച്ചം ആര് കൊണ്ടുവന്നു തരും? അള്ളാഹു സൂറത്തുൽ ഖസസിലൂടെ ഈ കാര്യങ്ങൾ നമ്മോട് ചോദിക്കുന്നുണ്ട്. അപ്പോ ഉദയാസ്തമയങ്ങളെ കൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത്, സീസണുകൾ ഉണ്ടാകുന്നത്, വ്യത്യസ്തമായ കാലാവസ്ഥകൾ ഉണ്ടാകുന്നത്, തണുപ്പും ചൂടുമൊക്കെ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. ഇതൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ദുരിതപൂർണമായേനെ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസിബാൻ ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകസിബു ഫലകൽ ഹംദ്. ഇല്ല റബ്ബേ, നീ ഒരുക്കി വെച്ചതെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങളാണ്. ഒന്നുപോലും നിഷേധിക്കാൻ ഈ സാധുക്കൾ ഒരുങ്ങുന്നില്ല. പഠിച്ചവനെ, ഞങ്ങൾക്കതിന് സാധ്യമല്ല. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസിബാൻ. അള്ളാഹു വീണ്ടും ആ ചോദ്യം ചോദിച്ച് ഇനി അള്ളാഹു പോകുന്നത് റബ്ബുൽ മറജൽ ബഹ്റൈനി യൽതഖിയാൻ. മറജൽ ബഹ്റൈനി, അള്ളാഹു 2 സമുദ്രങ്ങളെ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടു. മറജൽ ബഹ്റൈൻ, 2 സമുദ്രങ്ങളെ അള്ളാഹു സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടു. യൽതഖിയാൻ, ആ 2 സമുദ്രങ്ങൾ ചെന്ന് ഒരുമിച്ച് ചേരുന്നു, കണ്ടുമുട്ടുന്നു എന്ന് പറഞ്ഞാൽ 2 സമുദ്രങ്ങൾ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടു. അത് രണ്ടും കൂടെ ഒരഴിമുഖത്തൊന്നിക്കുന്നു. മറജൽ ബഹ്റൈനി യൽതഖിയാൻ, 2 സമുദ്രങ്ങളുടെ സംഗമ ഭൂമികക്കാണ് അഴിമുഖം എന്ന് നമ്മൾ പറയാറുള്ളത്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ, 2 സമുദ്രങ്ങൾ വന്ന് ഒരിടത്ത് കൂടുന്നു. കൂടിയിട്ട് കിലോമീറ്ററുകളോളം ആ വെള്ളം കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ, വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്ന 2 സമുദ്രങ്ങളെ ഞാൻ സ്വതന്ത്രമായി ഒരുമിച്ച് ഒഴുകാൻ വിട്ട് അവ പരസ്പരം കൂടിച്ചേർന്നിട്ടും ബൈനഹുമാ ബർസഖുൻ, അവക്കിടയിൽ എന്തോ ഒരു കർട്ടനുണ്ട്, ഒരു മറയുണ്ട്. ലാ യബ്ഗിയാനി, ഒന്നിന്റെ മറ പൊളിക്കുന്നില്ല, ഒന്നൊന്നിനെ ആക്രമിക്കുന്നില്ല. ഉപ്പുവെള്ളം ഉപ്പുവെള്ളമായി തന്നെ പോകുന്നു, ശുദ്ധജലം ശുദ്ധജലമായിട്ട് തന്നെ പോകുന്നു. ഒരു ഭാഗത്ത് കോറിയാൽ ഇങ്ങേ കരയിൽ നിന്ന് കോറിയാൽ ശുദ്ധജലമാണ്, അങ്ങേ കരയിൽ നിന്ന് ചെന്ന് കോറിയാൽ അത് ഉപ്പുജലമാണ്. ഇങ്ങനെ 2 സമുദ്രങ്ങളെ ഞാൻ ഭൂമിയിൽ ഒഴുകാൻ വിട്ടില്ലേ എന്ന് പടച്ച റബ്ബ് ചോദിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കുക. ചില കടലുകളിൽ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്, ശുദ്ധജലവും ഉപ്പുവെള്ളവും വന്നു ചേർന്ന് ഇവ രണ്ടും കടലിൽ കിലോമീറ്ററുകളോളം ഒഴുകിയിട്ട് ഒരു ഭാഗത്ത് നല്ല ഉപ്പുജലം, കഴിക്കുന്ന ഉപ്പുജലമാണ്, മറുഭാഗത്ത് സ്വാദിഷ്ടമായ ശുദ്ധജലവുമാണ്.
അത് പരസ്പരം ഒന്നൊന്നിൽ കൂടിച്ചേരുന്നില്ല. ഇങ്ങനെ പോകുന്ന നദികളുണ്ട്. ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയും ടൈഗ്രീസ് നദിയും അവയുടെ അഴിമുഖത്ത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. രണ്ട് വെള്ളവും വന്നു ചേർന്ന് യൂഫ്രട്ടീസ് നദിയുടെയും ടൈഗ്രീസ് നദിയുടെയും വെള്ളം വന്നു ചേരുന്ന അഴിമുഖത്ത് ഏകദേശം 100 നാഴികയോളം രണ്ട് വെള്ളവും ഇങ്ങനെ പോകുന്നു, ഒന്നൊന്നിനോട് കൂടിക്കലരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇരുമ്പിന്റെ ഭിത്തി കാണുന്നില്ല, ചുമരിന്റെ ഭിത്തികളില്ല. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസിബാൻ. ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? ഇൻസ് ജിന്ന് വർഗമേ, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകസിബു ഫലകൽ ഹംദ്. ഉള്ളിൽ തട്ടി പറയണം. ഓരോ കണ്ടുപിടുത്തങ്ങളും ഇതാ നമ്മൾ പറഞ്ഞത്, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. വരുമ്പോൾ ഖുർആനിൽ നമുക്കിങ്ങനെ ഈമാൻ കൂടി ഇങ്ങനെ വരിക. ഈ ഖുർആൻ പറഞ്ഞ സ്വർഗവും നരകവും പിന്നെ നടക്കുന്നുറപ്പല്ലേ? ഞാനിപ്പോഴും ആലോചിക്കുക, കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു സഹോദരൻ നരക സ്വർഗ പരാമർശം കേട്ടു. 10 ദിവസം കേട്ടു. 10 ദിവസം കേട്ടപ്പോൾ 9 ദിവസവും അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇയാളൊരു മുസ്ലിയാരാണ്, ഇയാൾ ഇതൊക്കെ പറയണം, കാരണം അയാളുടെ ചുമതല അതാണല്ലോ. നരകവും സ്വർഗവും ഒക്കെ പറയലാണ് അയാളുടെ ജോലി. അങ്ങനെ തന്നെ ആയിരുന്നത്. അയാൾ എന്നെ പറഞ്ഞു എന്നോട് 10ാമത്തെ ദിവസം, ഞാൻ ഉസ്താദിന്റെ ക്ലാസ്സിൽ 9 ദിവസം ഇരുന്നത് അങ്ങനെയാണ്. 10ാമത്തെ ദിവസം ഞാൻ ഭ്രൂണശാസ്ത്രത്തിലെ രഹസ്യം പറഞ്ഞു, സൂറത്തുൽ മുഅ്മിനൂനയിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച്. അത് കേട്ടപ്പോൾ ഇതേക്കുറിച്ച് ഇയാൾക്ക് കുറച്ച് പിടിപാടുണ്ട്. ഏതോ ഒരു ഡോക്ടർ എഴുതിയ പുസ്തകം വായിച്ചിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഉസ്താദേ റൂം വന്നിട്ട് പറയാൻ, ഇന്നത്തെ ക്ലാസ് കേട്ടതോടുകൂടെ കഴിഞ്ഞ 9 ക്ലാസ്സും ബോധ്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് അന്ന് നല്ല മനസ്സോടെ ശ്രദ്ധിക്കായിരുന്നു. അന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് നിങ്ങളൊരു യാഥാസ്ഥികൻ, ലോകം തിരിയാത്ത ഒരാൾ, അങ്ങനെയാണ് ഞാനതിനെ ശ്രദ്ധിച്ചിരുന്നത്. പക്ഷെ അന്ന് എനിക്കൊരു പാഠം കിട്ടിയിട്ടുണ്ട്, പറയുന്നത് 1ാമത്തെ ദിവസം പറയണം. അത് 1ാമത്തെ ദിവസം പറഞ്ഞിരുന്നെങ്കിൽ ഈ 9 ദിവസം ഇയാൾ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ ഒരു ചിത്രമെങ്കിലും 1ാമത്തെ ദിവസം പറഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ ഏതാവട്ടെ, ആ ലാസ്റ്റ് ദിവസം പറഞ്ഞപ്പോൾ എൻ്റെ വിഷയം അതായിരുന്നു, പരലോകം ഖുർആനിൽ എന്നതായിരുന്നു. 10 ദിവസം ആ വിഷയം മാത്രമായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. ഇൻഷാ അല്ലാഹ് അത്തരം ഒരു ചർച്ചയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് മനുഷ്യന് വെറുതെ ഈമാൻ ഇളകും, നന്നാവും. ആര് പറഞ്ഞു നന്നാവൂല? തീർച്ചയായിട്ടും നന്നാവും. നരകവും സ്വർഗവും ഒക്കെ കേട്ടിട്ട് നന്നാവാതിരിക്കേ. ഇൻഷാ അല്ലാഹ് നമുക്ക് വേദി ഒരുങ്ങിയെങ്കിൽ അങ്ങനെ ഒരു വേദിയൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിൽക്കാലത്ത് സംഘടിപ്പിക്കാം. ഒരു 8 10 ദിവസങ്ങൾ വെച്ചിട്ട് 10 ദിവസം പരലോകം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പരലോകം, പുനരുത്ഥാനം, ഹിസാബ്, സ്വർഗം, നരകം, അതൊക്കെ പറയുമ്പോൾ നമ്മൾ നന്നാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇറാഖിലെ ഈ 2 നദികൾക്ക് ഈ പ്രത്യേകതയുണ്ട് എന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ വേറെയും സമുദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രവും മഹാസമുദ്രവും അതുപോലെ തന്നെ മെഡിറ്ററേനിയവും എന്ന് പറഞ്ഞാൽ മധ്യധരണ്യായിക എന്നാണ് അതിന്റെ പേര്. ആ 2 സമുദ്രങ്ങളും ഇതുപോലെ അഴിമുഖത്ത് ധാരാളം കിലോമീറ്ററുകളോളം വെള്ളം ഒരുമിച്ചൊഴുകിയിട്ടും ഒരു വെള്ളത്തെ ആക്രമിക്കുന്നില്ല. ഇത് ഈ 2 ബഹറുകളെ കുറിച്ച് തന്നെയാണ് ഖുർആൻ ഈ പറഞ്ഞത് എന്നൊന്നും നമ്മൾ തീർച്ചപ്പെടുത്തി പറയുന്നില്ല. കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയാണ് അങ്ങനെ ആവാം. മറജൽ ബഹ്റൈനി യൽതഖിയാൻ. എന്നാൽ ഖുർആൻ എക്കാലത്തും പ്രസക്തമായ ഒന്ന് പറയാലോ അതിലൂടെ. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞു, ഖുർആൻ ഈ പറഞ്ഞത് ഒന്ന് ശുദ്ധജലം, ഭൂമിയിൽ അല്ലാഹു ചിലത് കടലാണ്, ചിലത് പുഴയാണ്. മറജൽ ബഹ്റൈനി യൽതഖിയാനി എന്ന് പറഞ്ഞാൽ ഉപ്പുരസമുള്ള കടൽ തൊട്ടടുത്തുകൂടെ ഒഴുകുന്നു, അതുപോലെ തന്നെ തൊട്ടടുത്തുകൂടെ ശുദ്ധജലമുള്ള പുഴയും ഒഴുകുന്നു. ആ 2ന്റെയും ഇടയിൽ കുറെ ഭൂമിയുടെ മറയുണ്ട്. ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മണ്ണ് തന്നെ, അതിന്റെ ഇടയിൽ മറയുണ്ട്. ലാ യബ്ഗിയാൻ, ഒന്നൊന്നിനെ ആക്രമിക്കാത്ത മറയുണ്ടെന്ന് പറഞ്ഞാൽ മണ്ണാവാം. ഏറ്റവും നല്ല ഫിൽറ്ററാണ് മണ്ണ്, അത് ശുദ്ധീകരിക്കുന്നു. ഇതിൽ നിന്ന് അങ്ങോട്ട് ചേർന്ന് ആ ഉപ്പുരസത്തെ കുറയ്ക്കുകയോ ഉപ്പുരസം ഇങ്ങോട്ട് കിനിഞ്ഞുവെന്ന് ഈ ശുദ്ധജലത്തിൽ ഉപ്പുരസം ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. ചില കടലോരങ്ങളിലൊക്കെ നമുക്ക് കാണാം, കിണറുകൾ കുഴിച്ചത് ജനങ്ങൾക്ക്, നാട്ടിൻ പുറത്ത് ജനങ്ങൾ കിണർ കുഴിച്ചിരിക്കുന്നു, കടലിൽ കയ്ക്കുന്ന ഉപ്പുജലം. ഇവിടെയോ കടപ്പുറത്തോ വെള്ളം ശുദ്ധമായ ജലവും. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. അവ പുഴയും കടലും അത് രണ്ടും അല്ലാഹു ഭൂമിയിൽ ധാരാളം ഒഴുകാൻ വിട്ടു, ഒന്നൊന്നിനെ ആക്രമിക്കാത്ത രൂപത്തിൽ ശക്തമായ ഒരു മറയോടുകൂടെ. ബഹുമാനപ്പെട്ട ഇമാം നസഫി പറഞ്ഞു, ബർസഖ് എന്ന് പറഞ്ഞാൽ ഇമാം നസഫിയുടെ കാഴ്ചപ്പാടിൽ ഹാജിസും മിൻ ഖുദ്റത്തില്ല, അല്ലാഹുവിന്റെ ഖുദ്റത്താകുന്ന ഒരു മറ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതോ 2 പ്രത്യേക
സമുദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞതുമാവാം. അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. മറജൽ ബഹ്റൈനി യൽതഖിയാൻ. മറ്റേതുണ്ട്, ആ പറഞ്ഞത് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു. ഒരു പക്ഷേ അപ്പറഞ്ഞതിന്റെ വിശദീകരണമാകാം ഇത്. വഹുവല്ലദീ മറജൽ ബഹ്റൈൻ. അല്ലാഹു ഇരു സമുദ്രങ്ങളെ ഒഴുകാൻ വിട്ടവനാണ്. വഹുവല്ലദീ മറജൽ ബഹ്റൈൻ. കടലും പുഴയും. ഹാദാ അദ്ബുൻ ഫുറാത്ത്. ഇത് ശുദ്ധമായ വെള്ളമാണ്, തെളിഞ്ഞ ശുദ്ധജലമാണ്. വഹാദാ മിൽഹുൻ ഉജാജ്. തൊട്ടടുത്തുള്ള ഈ കടലോ അത് കയ്ക്കുന്ന ഉപ്പുരസവുമാണ്. ഖുർആൻ തന്നെ പറയാ, ഹാദാ അദ്ബുൻ ഫുറാത്ത് വഹാദാ മിൽഹുൻ ഉജാജ് വജഅല ബൈനഹുമാ ബർസഖാ. അതിനിടയിൽ അല്ലാഹു ഒരു മറ സൃഷ്ടിച്ചിട്ടുണ്ട്. വഹിജ്റം മഹ്ജൂറ. കടുത്ത ഒരു ഭിത്തി അതിനുള്ളിൽ ഇട്ടിരിക്കുന്നു അതിനിടയിൽ. അതുകൊണ്ട് ഒന്നൊന്നിനെ ആക്രമിക്കാതെ പോകുന്നു. അത് ഭൂമിയാണ് മറയായത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ പോവുകയാണ്. ഇനി അല്ലാഹു തആല പറയുന്നു, അപ്പം വെള്ളം, ഉപ്പുവെള്ളവും അതുപോലെ തന്നെ ശുദ്ധജലവും സൃഷ്ടിച്ചു എന്നതൊരു വലിയ കാര്യമാണ്. ഉറപ്പല്ലേ? ഉപ്പുജലം ഉള്ളത് കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. കടലുകൊണ്ട് ധാരാളം കാര്യങ്ങളുണ്ട്.